ഇറാനെ ചുട്ടരിക്കാൻ ട്രംപിന്റെ കപ്പൽപ്പട. കടലിലും കരയിലും ഇറാന്റെ പടയൊരുക്കം. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന ആശങ്കയ്ക്കിടെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് അമേരിക്ക. ഖത്തറിലെ പ്രധാന സൈനിക താവളമായിട്ടുള്ള അൽ ഉദൈദിൽ നിന്നും നൂറുകണക്കിന് സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള നീക്കമാണിത് എന്ന് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുകയും ചെയ്യുന്നു. കടലിലും കരയിലുമൊക്കെ വലിയ പടയൊരുക്കം നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനെ നേരിടാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക വമ്പൻ ആയുധ ശേഖരമാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ USS ജെറാൾഡ് ഫോർഡ് പോലുള്ള അല്ലെങ്കിൽ USS എബ്രഹാം ലിങ്കൺ പോലുള്ള വിമാനവാഹിനി കപ്പലുകൾ, ഇനി അവയുടെ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ, ഇവയെല്ലാം ഇറാൻ അതിർത്തിക്ക് അടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജോർദാനിലെ ഈ മുവാഫാക്ക് എന്ന് പറയപ്പെടുന്ന മുവാഫാക്ക് സാൽട്ടി താവളത്തിൽ 60 വിമാനങ്ങളും 68 കാർഗോ വിമാനങ്ങളും F-35 സ്റ്റെൽത്ത് ജെറ്റുകളും ഒക്കെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഏകദേശം 35,000-ലധികം വരുന്ന സൈനികരെയുമായിട്ടാണ് പുതിയതായിട്ട് അവിടെ വിന്യസിച്ചിരിക്കുന്ന അമേരിക്ക. ഇവിടേക്ക് തന്നെയാണ് കടലിലും കരയിലും ഒരേ സമയം ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇറാൻ പടയും സജ്ജമാകുന്നത് എന്നുള്ളതാണ്.